ഈ ഒരു ശബ്ദവും കാഴ്ചയും കണ്ടിട്ട് ആരെങ്കിലും പേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രം. ഞാനും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് വാഷിംഗ് മെഷീനിൽ നിന്നും വെള്ളം പോകുന്ന സമയത്തായിരുന്നു ഈ ഒരു പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ കമ്പനി IFB ആയതുകൊണ്ട് കമ്പനിയിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത അന്നേ ദിവസം തന്നെ മെക്കാനിക്ക് അത് നന്നാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ വാഷിംഗ് മെഷീൻ്റെ അകത്തുള്ള ഒരു ഡ്രമ്മിൻ്റെ 4 ചുറ്റുമായിട്ട് 4 സ്പ്രിങ്ങുകളുണ്ടായിരുന്നു. സ്പ്രിങ് ആക്ഷനുള്ള ഒരു കമ്പി. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പഴയ കമ്പി സ്പ്രിങ്ങിൻ്റെ കമ്പി ഊരിയെടുത്തതിന് ശേഷം പുതിയ കമ്പി ഫിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അത് കഴിഞ്ഞെന്ന് തോന്നുന്നു. പുതിയ കൊണ്ടുവന്ന കമ്പി അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് എന്തോ ഒരു ഗമ്മ് പോലുള്ളൊരു സാധനം തേച്ച് വിട്ട് അതൊരു അടപ്പിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അമ്പലപ്പുഴ ഭാഗത്തൊക്കെ ഈ ഗോകുൽ എന്ന് പറയുന്ന പയ്യനാണെന്ന് തോന്നുന്നു വരുന്നത്. കാരണം ഇതിനു മുമ്പ് ഒരു വേറൊരു കംപ്ലൈൻറ്റും കൂടി ഈ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ തുണി കഴുകാനിട്ട് കഴിഞ്ഞാൽ ആ ഡ്രമ്മിനകത്ത് നിന്നും വാഷ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം പുറത്ത് പോകുന്നുണ്ടായിരുന്നില്ല. നിറഞ്ഞിങ്ങനെ കുളത്തിൽ വെള്ളം നിൽക്കുന്ന പോലെ ഫുള്ള് നിറഞ്ഞ് കിടക്കും. തുണി അതിനകത്ത് ഉണ്ടാവും. വെള്ളം അതിനകത്ത് നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. അന്ന് കംപ്ലൈൻറ്റ് ചെയ്ത സമയത്തും ഈ ഗോകുൽ തന്നെയായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തുറന്ന് വെച്ച അടപ്പെല്ലാം എടുത്ത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ വയറുകൾ ഇങ്ങനെ കാണാം. ഞാൻ ഈ സംഭവമൊക്കെ ഇതാദ്യമായിട്ടായിരുന്നു കാണുന്നത്. എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് എന്തോ പഴയ തുണി എന്തോ ചോദിച്ച സമയത്ത് അത് ഞാൻ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും പുള്ളി അതെല്ലാം നന്നാക്കി പ്രവർത്തിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു.